ഈ അടുത്ത കാലത്ത് ഒരു സഹോദരനോട് പറയുകയാണ്, അച്ഛന്മാരും അച്ഛനന്മാരും പലപ്പോഴും ചെയ്യുന്നത് കാണുമ്പോൾ ഇവിടെ ഒന്നും ഈശോ മിശിഹ ഇല്ലെന്ന് ഉറപ്പാകുന്നു. ഈശോ മിശിഹയുടെ സാന്നിധ്യം ഉണ്ട്, ഇങ്ങനെയൊന്നും അല്ല അവർ പെരുമാറുന്നതെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു സാധ്യത ഇതാണ് പറഞ്ഞത്. ചങ്ങനാശ്ശേരി രൂപത്തിൽ 2-3 കൊല്ലം മുമ്പ് 90 രൂപയുടെ കുരിശുകളെല്ലാം പള്ളിയിൽ നിന്ന് തല്ലിപ്പൊളിച്ച് കളഞ്ഞേച്ച് വേറെ ഏതോ കുരിശ് കൊണ്ട് കയറ്റി വെച്ചു. കുരിശ് സംഘർഷമെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവർ ഏതോ ഒരു കുരിശ് തല്ലി തകർത്തതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് രൂപതയിൽ മുഴുവനും അത്തരം കുരിശുകൾ എല്ലാ വീട്ടിലും സ്ഥാപിച്ച് ഡിസംബർ മാസത്തിൽ എല്ലാ വീട്ടിലും സ്ഥാപിച്ച് പൂമാല ചാർത്തി അവിടെ മെഴുതിരിയും കത്തിച്ച് വെച്ച് ആ കുരിശിനെ ആരാധിക്കണം എന്നും ഉത്തരവിട്ട് നടക്കുകയും ചെയ്തു. ഇങ്ങനെ 2 തരം കുരിശുകളുടെ പ്രശ്നമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില തിരുവോസ്തിയിലെ കുരിശുമുദ്രകളിലേക്കും ഇത് കൊണ്ടുവന്നു. അതിപ്പോഴെന്ന് വെച്ച കാര്യമൊന്നുമില്ല, 10-15 കൊല്ലമായിട്ട് എൻ്റെ അറിവിലുള്ളതാണ്. വടമാതൂർ സെമിനാരിൽ നിന്ന് ഇറങ്ങിയ അച്ഛന്മാർ ഏത് ഇടവകയിൽ ചെന്നാലും അപ്പോൾ അവിടെ ഓസ്തിയുടെ ഡിസൈൻ നോക്കും. വലിയ ഓസ്തിയുടെ ഡിസൈൻ മുദ്ര ഏതാണെന്ന് നോക്കും. ആ മുദ്ര അവർക്ക് സ്വീകാര്യമായതല്ല എങ്കിൽ അവർ ദൂരെ നിന്ന് എവിടെ നിന്നായാലും ശരി, എത്ര ദൂരം നിന്നായാലും അവരുദ്ദേശിക്കുന്ന മുദ്ര പതിപ്പിച്ച ഓസ്തി തന്നെ കൊണ്ടുവന്ന് കുർബാന അർപ്പിക്കും. മുമ്പത്തെ ഓസ്തി അവിടെ ഇരുന്നത് എല്ലാം പട്ടിക്കിട്ട് കൊടുക്കും. ആ പട്ടിക്കിട്ട് കൊടുത്തിട്ട് അവരുദ്ദേശിച്ച മുദ്രയുള്ളത് മാത്രമേ അവർ കുർബാനയ്ക്ക് ഉപയോഗിക്കുകയുള്ളൂ. ഇതൊക്കെ കേട്ട ഒരു സഹോദരനാണ് പറഞ്ഞത്, ഇങ്ങനെ ഇവർ പെരുമാറുമ്പോൾ ഇതിലേതിലാണ് ദൈവാനുഗ്രഹം ഉള്ളത്, ഏതിലാണ് ദൈവാനുഗ്രഹം ഇല്ലാത്തത്, ഇതിന് ഏതെങ്കിലും ഒന്ന് ദുഷ്ടൻ്റെതാണോ പൈശാചികമാണോ എന്ന് പോലും ചിന്തിക്കാം. അത്ര തിന്മയുള്ളതല്ലെങ്കിൽ ഇതിന് പള്ളിയും തല്ലിപ്പിടിച്ച് കളയണം. അല്ല, തിന്മ അത്രമാത്രം പൈശാചികമല്ലെങ്കിൽ ഒന്ന് അത്ര എതിർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെ കർശനമായിട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വടാവതൂർ ഇറങ്ങിയവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു ആധിപത്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമുക്ക് വിശ്വാസത്തോടു കൂടി ഏതെങ്കിലും തിരുവോസ്തിയുടെ മുമ്പിൽ വിശുദ്ധ ആരാധന മുമ്പിൽ മുട്ടുകുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇനി മറ്റൊരു വിഷയമാണ്, അത്രമാത്രം ആരാധിക്കേണ്ടതുണ്ടോ, അത്രമാത്രം ദൈവസാന്നിധ്യം ഉണ്ടോ എന്ന് ശങ്ക തോന്നാവുന്ന ചില സാഹചര്യങ്ങൾ. ഞാൻ പണ്ട് മുതൽ ഒരു 20-30 കൊല്ലമായിട്ട് സുവിശേഷ പ്രവർത്തന മേഖലയുള്ള ആളാണ്. ദിവ്യകാരുണ്യ ഭക്തിയും ജപമാല ഭക്തിയും 2 പ്രധാന കാര്യമായിട്ട് കൊണ്ടെടുക്കുന്ന ആളാണ്. ഇത്രമാത്രം വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠിച്ച് 15 കൊല്ലമൊക്കെ പഠിച്ചിട്ട് ഈ അച്ഛനായ വ്യക്തികൾ, അച്ഛന്മാർ ഇത് ആദരവില്ലാതെ കൈകാര്യം ചെയ്യുന്നു വരുമ്പോൾ ഇതിൽ ഈ പറയുന്ന അത്ര ദൈവസാന്നിധ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചുകൂടി എന്ന് ചുമ്മാ ഒരു ചിന്തയിൽ വന്നു. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യാൻ ഡീക്കന് മാത്രമേ സഭാ നിയമപ്രകാരം അവകാശമുള്ളൂ. ഡീക്കൻ പട്ടം കിട്ടിയവർ, ലെക്ചർ പട്ടം, കാറയപ്പട്ടം എന്ന് പറയുന്ന ആ പട്ടം കിട്ടിയവർക്ക് പറ്റില്ല. സബ് ഡീക്കൻ പട്ടം കിട്ടിയവർക്ക് പറ്റില്ല. ഡീക്കൻ പട്ടം കിട്ടിയവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അവർ ഇവിടെ കുസ്തോതിയിൽ നിന്നും സ്വയം എടുത്ത് ഭക്ഷിക്കാനും അവർക്ക് പാടുള്ളൂ. സിസ്റ്റേഴ്സിന് ആർക്കെങ്കിലും ഈ കാറ്റഗറിപ്പെട്ട പട്ടം കിട്ടിയിട്ടുണ്ടോ? കാറായപ്പട്ടം, ലെക്ചർ പട്ടം കിട്ടിയിട്ടുണ്ടോ? സബ് ഡീക്കൻ പട്ടം കിട്ടിയിട്ടുണ്ടോ? ഡീക്കൻ പട്ടം ഈ കന്യാസ്ത്രീകൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആ നിലയിൽ സഭാ നിയമം കർശനമായി ഇപ്പോഴും അങ്ങനെ നിലനിൽക്കെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുന്നത് ശരിയോ? ഇനി എന്തായാലും അത് മെത്രാന്മാർ അറിഞ്ഞ് ഏൽപ്പിച്ചതായതുകൊണ്ട് നമുക്കത് ഒക്കെ നടക്കട്ടെ എന്ന് വെക്കാം. അതിലും ഗൗരവമുള്ളൊരു വിഷയമാണ്, ചില അൽമായർക്ക് ഒരു പ്രത്യേക ഒരാഴ്ചയോ മറ്റോ ഇതിനകത്ത് കുറച്ച് കോഴ്സ് കൊടുത്തിട്ട് വിശുദ്ധ കുർബാന വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അത് ഏൽപ്പിച്ചത് ഈ പറഞ്ഞ സിസ്റ്റേഴ്സിന് പോലും പറ്റില്ല, പിന്നെ അവർക്ക് എങ്ങനെ പറ്റും എന്ന് നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. ഞാനെന്ന് ചോദിക്കട്ടെ, അച്ഛന്മാർക്ക് ഇത് വലിയ ഭാരമാണെങ്കിൽ ഇത് മുമ്പേ ആലോചിച്ചിട്ട് അച്ഛനാകുമ്പോൾ കൈക്ക് ഒത്തിരിയേറെ കൈകഴപ്പുണ്ടാവും, ഒത്തിരിയേറെ വിഷമം ഉണ്ടാവുന്നത് ചെയ്യാൻ എന്തിനു പോയി? വേറെ എന്തെല്ലാം ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, പോകാറുണ്ടല്ലോ. ഇനി അഥവാ അച്ഛനായി പോയി ഇനിയിപ്പോൾ ഒഴിവാകാനും പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ തന്നെ വിശുദ്ധ കുർബാന എണ്ണം ക്രമീകരിച്ച് കുറയ്ക്കാമല്ലോ. എന്തിനാണ് പള്ളി വരുന്ന 3000 പേർക്കും ഇങ്ങനെ വിശുദ്ധ കുർബാന എത്തിക്കേണ്ട കാര്യം എന്താ? ഈ കുർബാന സ്വീകരിക്കാനുള്ള നീണ്ട നിരയൊന്നും കുമ്പസാരക്കൂട്ട് കാണുന്നില്ല. നിസ്സാര കാര്യമാണത്. ആണ്ടിരിക്കപ്പോലും കുമ്പസാരിക്കാത്തവനൊക്കെ ഡെയിലി വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോകുന്നുണ്ട്. അതൊന്നും ചോദിക്കാൻ ശ്രദ്ധിക്കാൻ ആരുമില്ല. അവിടെ കുമ്പസാരക്കൂട്ടിലെ നിര വളരെ കുറയുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള നിര വളരെ കിലോമീറ്ററുകൾ നീളുകയും ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാക്കണം,
അയോഗ്യതയോടുള്ള വിശുദ്ധ സ്വീകരണം വ്യാപകമാകുന്നു. അത് സഭയുടെ നാശമാണ്, സ്വീകരിക്കുന്ന വ്യക്തിയുടെ നാശമാണ്, കൊടുക്കുന്ന വ്യക്തിയുടെയും നാശമാണ്. ഓർക്കണം, ഇക്കാര്യത്തിൽ മാർപ്പാപ്പ ഡിഗ്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് വളരെ ഉത്തരവാദിത്വം കൈകാര്യം കാർമ്മികന്റെ ഉത്തരവാദിത്വം. അർഹതപ്പെട്ട വ്യക്തികളിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ട കാർമ്മികനാണ്. അപ്പോൾ ഓർക്കുക, ഒരച്ഛൻ മാത്രമേ ബലിയർപ്പിക്കാനുള്ളൂ. 500 പേരുണ്ട് കുർബാനയിൽ, 400 പേര് കുർബാന സ്വീകരിക്കാൻ വരുമെങ്കിൽ എങ്ങനെ കൊടുത്തു തീർക്കും? എത്ര സമയം തീർക്കും? കൈ അടയ്ക്കില്ല എന്നുള്ളത്. ഒരു കാര്യം ചെയ്യാമല്ലോ, അവിടെ അച്ഛനോടെ പറയാം, 15 ദിവസത്തിനുള്ളിൽ കുമ്പസാരിച്ച് ഒരുങ്ങിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കും എന്ന് പറഞ്ഞിട്ട് കൈപൊക്കി കഴിയുമ്പോൾ ആ കൈപൊക്കിയെല്ലാം മുന്നോട്ട് നിന്ന് കുർബാന സ്വീകരിക്കുക. എല്ലാവർക്കും കുർബാന സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അല്ല, 1 മാസം പറഞ്ഞൂടെ? അങ്ങനെ ക്രമീകരിക്കാമല്ലോ. കാസർഗോഡ് പള്ളിയിൽ ഞാൻ കുർബാന സ്വീകരിക്കാനിരിക്കുമ്പോഴാണ് 2 അച്ഛന്മാർ വേദിയിൽ, സിസ്റ്റേഴ്സ് കുറേ പേര് അവിടെ ഇരിക്കുന്നു. അവിടെ അൽമായ സ്ത്രീകൾ കുർബാന കൊടുക്കുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, ഇത് തൊഴിലായിട്ട് കണ്ടുകൊണ്ട് ഈ കഷ്ടപ്പാടുള്ള തൊഴിൽ, കാരണം കുർബാന വിതരണം ചെയ്യുക എന്നുള്ള കഷ്ടപ്പാടുള്ള തൊഴിൽ ഭാരമായി തോന്നിയതുകൊണ്ട് ഇതൊക്കെ തൊഴിലുറപ്പുകാരെ ഏൽപ്പിച്ചു. ഈ കുർബാന വിതരണം ചെയ്യുന്ന സ്ത്രീകളിൽ ഭൂരിപക്ഷം പേരും തൊഴിലുറപ്പ് സംഘത്തിലുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലുറപ്പുകാരൊക്കെ ഔദ്യോഗികമായിട്ട് ഏൽപ്പിച്ചതല്ലെങ്കിൽ നമുക്കിങ്ങനെ വിചാരിച്ചുകൂടെ. സിസ്റ്റേഴ്സും അച്ഛന്മാരും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആത്മായർ വിസ്കുർബാന കൊടുക്കുന്നു എന്ന് പറയുന്നത് തൊഴിലുറപ്പുകാർക്ക് ഇത് കരാറ് കൊടുത്തു എന്ന് ആരോപിക്കേണ്ടതാകുന്നത് തന്നെയാണ്. അതാരാ പരിഹരിക്കേണ്ടത്? ഇതൊക്കെ കാരണം വിസ്കുർബാനയുള്ള അനാദരവ് സംഭവിക്കുകയാണ്. പണ്ടത്തെ പോലെ യേശു സാന്നിധ്യമൊന്നും വിസ്കുർബാനയിൽ ഇപ്പോഴില്ല എന്ന് ഈ അച്ഛന്മാർക്ക് അറിയാം, രഹസ്യം. അതുകൊണ്ട് ഇതൊക്കെ ഒരു കണിപ്പിടാനുള്ള പരിപാടിയാണ് എന്ന് വിചാരിച്ചുകൂടെ. അവിടെ വിസ്കുർബാനയോടുള്ള അനാദരവിന് കാരണമാകുന്ന എല്ലാം നമ്മൾ നീക്കിയേ പറ്റൂ. അച്ഛന്മാരും അച്ഛനന്മാരും പലപ്പോഴും ചെയ്യുന്നത് കാണുമ്പോൾ ഇവിടെയൊന്നും ഈശോ മിശിഹ ഇല്ലെന്ന് ഉറപ്പാകുന്നു. ഈശോ മിശിഹയുടെ സാന്നിധ്യം ഉണ്ട്, ഇങ്ങനെയൊന്നും അല്ല അവർ പെരുമാറുന്നത്.